ഒരാളെ കൊന്നിട്ടണ്ടേ, അല്ലെങ്കിൽ കടം കെട്ടണം, തേട്ടിറക്കണ്ടേ, ഇത് മൂന്നും ചെയ്യണ്ടേ? മൂന്നും ചെയ്യുക എന്ന പ്രയാസമാണ് നബിയാവു യഹ്ദാവുന്ന, അവയിൽ ഒന്ന് ചെയ്യുക എന്ന് പറയൂ പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഔ യഹ്ദാവുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ചെയ്തവൻ തന്നെ സ്വർഗത്തിൽ കടക്കും. ഏതാ ഒന്ന്? ഫർദ് ശരിയല്ല പോലെ. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഏത് ഒരു കൊട്ടാരാണ് പണിയെന്ന് പറഞ്ഞല്ലോ. ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് 20 പ്രാവശ്യം ചെല്ലിയാലോ, ഖസ്റൈൻ 2 കൊട്ടാരം, എന്നാ ഞങ്ങൾ 30 പ്രാവശ്യം ചെല്ലിയാലോ നബിയെ. കുസൂറും ഫിൽ ജന്ന, കുസൂറും ഫിൽ ജന്ന, കൊട്ടാരങ്ങളെ പണി ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നമുക്കെന്താ, ഔ ഇത്ര തോനെ കൊട്ടാരങ്ങൾ. പക്ഷെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയുമോ? എങ്കിൽ നബിയെ നഹ്നു നുക്സിറു ഖുസൂറനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൊട്ടാരം ഞങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും പ്രവാചകരെ. ഞങ്ങൾ എന്നാ ചൊല്ലിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ കൊട്ടാരം ഇങ്ങനെ കൂട്ടും. നോക്കിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറെ അല്ലാഹു ഔസഉ മിൻ ദാലിക യാ ഉമർ, അള്ളാഹു അതിനേക്കാൾ എത്രയോ വിശാലമാണ്. നിങ്ങൾ എത്ര കൊട്ടാരമില്ല അപ്പല്ല, അള്ളാഹു അത് കൊടുക്കാൻ അതിനേക്കാൾ വലിയ വിശാലനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ 15 മിനിറ്റ് ഒരു സൂറത്തുൽ ഇഖ്ലാസ് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും അതുപോലെ തന്നെയാണ്. ഇതൊക്കെ റസൂല് പറഞ്ഞതാ സഹാബത്തിനോട് ചെല്ലാൻ. സൂറത്തു ഫലക്കും സൂറത്തുൽ നാസും ചൊല്ലിക്കൂടെ? എന്തത്ര പണിയുള്ളത്? ഖുല്ലാറബിൽ ഫലക്കും ഖുല്ലാറബിൻ നാസും. മഹാനായ ഉഖബത്ത് റളിയല്ലാഹു അൻഹു, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ കുതിരന്റെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് ഉഖബത്ത് റളിയല്ലാഹു അൻഹു നടക്കാം. അപ്പൊ റസൂൽ ഉഖബത്തുള്ളാഹിന് താഴെയും റസൂല് മേല. റസൂല് ചോദിച്ചു, ഉഖബത്തെ നിനക്ക് കയറണോ? അതപകേടാവും, ഇങ്ങനെ റസൂല് പറഞ്ഞത് കേട്ടില്ല ചെയ്ത് വിചാരിച്ചു ഞാൻ കയറി. റസൂൽ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് റസൂല് കയറി. ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്നോട് പറഞ്ഞു ഉഖബത്ത് റസൂല്, ഉഖബത്ത് ഉഖബത്ത് ഉഖബത്തെ. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചു, ലബൈക യാ റസൂലല്ലാഹ്. എന്താ നബിയെ? ഉഖബത്തെ ഞാൻ നിനക്കൊരു സൂറത്ത് പറഞ്ഞു തരട്ടെ, ഞാൻ നിനക്കൊരു സൂറത്ത് പറഞ്ഞു തരട്ടെ ഉഖബത്തെ. വല്ലാത്തൊരു സൂറത്താണത് ഉഖബത്ത്. നീ അത് ചെല്ലുകയാണെങ്കിൽ ഒരമല് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. സൂറത്തെ 2 സൂറത്ത്, ലം യുറ മിഥ്ലുഹുന്ന, അതുപോലത്തെ കാണപ്പെടൂല കത്ത് തീരെ. 2 സൂറത്ത് പറയട്ടെ. ഖുൽതു യാ റസൂലല്ലാഹ്, പറയൂ നബിയേ. ഫഖ്റ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് വഖാല ഇഖ്റൗഹാ കുല്ലമാ നിംത വകുല്ലമാ ഖുംത. അത് ശരിക്കും ശ്രദ്ധിക്കണം. റസൂല് ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താരോ, ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസും ഉറങ്ങുമ്പോഴും ചെല്ലണം, എഴുന്നേറ്റാലും ചെല്ലണം. നമ്മളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് സംരക്ഷണവും കാര്യങ്ങളും ഒക്കെ കിട്ടണ്ടേ? എവിടെയൊക്കെ കടന്ന് ഓടിന് ചാടിന് എന്തൊക്കെ ചെയ്യുന്നു? അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടിയെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവാണ് മുഴുവൻ കാര്യങ്ങളും വിധിക്കുന്നവൻ. അതുകൊണ്ട് രക്ഷ കിട്ടണം. നമ്മുടെ ജീവിതം പ്രകാശമാവണം, നമ്മുടെ ജീവിതം മുഴുവൻ ശരിയായി തീരണം. ഉഖബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഖബത്തെ റളിയല്ലാഹു അൻഹു, നീ ചൊല്ലൂ ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ്. എഴുന്നേൽക്കുമ്പോഴും ചൊല്ലണം, ഉറങ്ങുമ്പോഴും ചൊല്ലണം. ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയാം, മാസിൽതു അക്റഹുമാ, ഞാൻ അത് ചൊല്ലി അൽ ഹയാത്ത്, ജീവിതം മരിക്കോളം ഞാനത് ചൊല്ലിയിട്ടുണ്ട്. അതായത് അവസാനം വരെ അദ്ദേഹം സംഭവം പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ഞാൻ പിന്നെ അത് മറന്നിട്ടില്ല. ഏത് ചൊല്ലി? ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസ്. എന്തേ കാരണം? അത് ചൊല്ലിയാളെ ഗുണം എന്താണെന്നറിയോ? അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ്. നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി പോലും മലക്കുകൾ ഏൽപ്പിക്കുമെന്ന് കാണാൻ കഴിയും. ഏതായിരുന്നാലും സൂറത്തുൽ ഖുർആൻ ഓതുന്നതിന് മുമ്പ് എന്ത് പറയണോ അത് ആദ്യം മനസ്സിലാക്കണം. ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാൻ. ഇതൊക്കെ ചൊല്ലി നടക്കുന്ന ആള്, ഇതൊക്കെ ചൊല്ലി നടന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാവും. ഈ ചേലിലും കോലത്തിലും രൂപത്തിലും നല്ല ഈ 100 റസൂലുള്ളാഹി പറഞ്ഞല്ലേ. ഹനായ അലി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹ്ലുൽ ജന്ന, റസൂലിനോട് ചോദിച്ചു, നബിയെ സ്വർഗ്ഗനിവാസികൾ ആരാ? ഫഖാല അഹ്ലുൽ ജന്ന, സ്വർഗ്ഗനിവാസികൾ പറഞ്ഞാൽ ഓൽ ചിലപ്പോൾ മുടിയൊക്കെ ചെറുക്കത്തി അമ്മ മെയ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, വസ്ത്രത്തിലൊക്കെ ചിലപ്പോൾ ചളിതൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ പ്രകാശം വീതിച്ചാൽ, അലാഹില്ല ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രകാശമാവും. നോക്കിങ്ങള്, അവർക്കൊക്കെ അത് വിശാലമാവും. മഹാനായ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, എത്രയാണ് അള്ളാഹുവിന്റെ റസൂല പഠിപ്പിച്ചത്? നിങ്ങളെ വീട്ടിന്റെ അടുത്ത് കൂടെ ഒക്കെ വരുന്നവരില്ലേ, നിങ്ങളൊക്കെ തള്ളുന്നവര്, അവരൊക്കെ ഉള്ളിൽ ചില പ്രകാശങ്ങളുണ്ട്. ആ പ്രകാശമൊക്കെ വീതിച്ചാൽ എത്ര ലോകത്ത് മുഴുവൻ പ്രകാശമായിരിക്കും. നോക്കൂ നിങ്ങൾ, ആ 100 കിട്ടാൻ വേണ്ടി ഒക്കെ നമ്മൾ ഉണ്ടാക്കി. 100 ഉണ്ടാക്കിയോ?
ഖുർആൻ ഉണ്ടാക്കിയോ? ഖുർആന്റെ നൂറ് നമ്മൾ ഉണ്ടാക്കിയോ? ഒക്കെ ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കുന്നത്? എല്ലാം ഓടി നടക്കുക. ആ തിരക്കിന്റെ ഇടയിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ആ വിശുദ്ധ ഖുർആന് വേണ്ടി നമ്മൾ ചെലവഴിച്ചോ? നേരത്തെ അവിടെ സൂചിപ്പിച്ചു ഖബറിലെ ചോദ്യം, വമാ ഇമാമുക്ക, എന്താ മാർഗദർശനം? ഖുർആനാണെന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുക. അതുകൊണ്ട് ഈ 100 നമുക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഒന്നാമത് ചിന്തിക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കണം. നമ്മൾ കുറെ ഓതുണ്ടല്ലോ ഉസ്താദെ, എന്നിട്ട് നമുക്ക് എന്താ കിട്ടാത്തത്? ഒന്നാമത് മനസ്സിലാക്കണ്ടേ, ഇത് തടുക്കാൻ ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തടുക്കാൻ ഒരാളെ പറഞ്ഞു വെച്ചാൽ പരീക്ഷണമാണ്. ഇബിലീസ് ശൈത്താനല്ലേ, ശൈത്താന്റെ പണി എന്താണോ? ഊറും ഷിഫി ഉദൊക്കെ തടുക്കുക. ആരാണത് ഓതുന്നത്? ഓനെ തടുത്തെടുക്കുക. ഖുർആൻ അതിന് അത്താവുണ്ട്. ഒരിക്കലും ഖുർആൻ അത് കൊടുക്കാതിരിക്കില്ല. ഖുർആൻ കൊടുക്കും, പക്ഷെ അത് കൊടുക്കുന്നത് തടുക്കുകയാണ് ഇബ്ലീസ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, ഖുർആൻ തന്നെ പഠിപ്പിച്ചത്, വൈദാ ഖുർആന ഫസ്തഅ്ദിബില്ല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. ഖുർആൻ ഓതുകയാണെങ്കിൽ എന്ത് ചൊല്ലണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം മുതൽ നമ്മളത് ചൊല്ലി, അത് ചൊല്ലിയിട്ട് ഖുർആനാണ്ട് ഓതുന്ന ഒരാൾ ഖത്തം തീർക്കുന്നത് ലാസ്റ്റ് എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ആരെ തൊട്ടാ കാവിനെ തീർന്ന്? ഇബ്ലീസിനെ തൊട്ട്, പിശാചിനെ തൊട്ട്. തുടക്കം മുതൽ കാവിനെ തേടി, ഒടുക്കവും കാവിനെ തേടി പരിശുദ്ധമാക്കുകയാണ്. ഈ ഇബ്ലീസിനെ തടുത്താലുള്ളൂ എന്ത് ചെയ്യാറോ? നമ്മളെ ഈ പ്രകാശം കിട്ടുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യേണ്ട, ഇബ്ലീസിനെ പിടിച്ച് കെട്ടണം. നമ്മുടെ ശൈത്താൻ നമ്മൾ പിടിച്ച് കെട്ടണം. എങ്ങനെ കെട്ടാൻ കഴിയും? ഭയങ്കര സാധനമാണ് ഇബ്ലീസ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ലാഖുദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. ഇബ്ലീസിനെ അറിയാലോ, ഞാൻ ഈ ഗതികേട് വന്നത് ആദനബിനെ കൊണ്ടാ. അതുകൊണ്ട് പടച്ചോനെ, ഏതായാലും ഞാൻ ഈ ഗതികേടിലായി, ഈ സമൂഹത്തെ മുഴുവൻ ഞാൻ വഴി കൽപ്പിക്കും. അതുകൊണ്ട് ഞാനൊരു കള്ളുഷാപ്പിലും പോയിരിക്കൂല, ഒരു സിനിമാ തിയേറ്ററിന്റെ മുന്നിൽ ഞാൻ ഇരിക്കൂല. ഞാൻ എവിടെ ഇരിക്കുക? ലാഖുദന്ന സിറാത്തൽ മുസ്തഖീം. ഞാൻ ഇരിക്കുക സിറാത്തുൽ മുസ്തഖീമില. നല്ലോടത്തായി ഇബ്ലീസ് ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനറിയോ? മറ്റേ ഞാൻ ഇടക്കിടക്ക് നോക്കുള്ളൂ. അങ്ങനെ കള്ളുടിച്ചാൻ പോകണില്ലേ? ഉണ്ട്, ഇന്നിപ്പോ ഇന്ന് പോയില്ലേ എന്നേ നോക്കുള്ളൂ. കണക്കൊക്കെ ക്ലിയർ അല്ലേ, ഹാജരൊക്കെ നിലവാരമൊക്കെ ഇല്ലേന്നേ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് പോയിക്കണം, ഇന്നെന്താ പോകാഞ്ഞ്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടാമത് കായില്ലെങ്കിൽ അടങ്ങറുണ്ടാക്കണമൊക്കെ ഓനെ രണ്ടാമത് പറഞ്ഞേക്കാണ്. നേരെ മറിച്ച് അതാണ് ഈ വീഡിയോ കളിച്ചാത്തവര് വീഡിയോയിൽ നിർത്താൻ പറഞ്ഞാലും നിർത്താൻ കഴിയാത്ത. അതുകൊണ്ടാ അത് ഞാൻ എങ്ങനെയായിരുന്നാലും അത് നിർത്താൻ കഴിയാത്ത. എത്ര നിർത്താൻ ശ്രമിച്ചു നിർത്താൻ കഴിയില്ല. അത് മറ്റോ കണക്കിട്ടുണ്ടാവേ, നിർത്തണ്ട. അത് കള്ളുടി അങ്ങനെയാണ്. കള്ളുടി എത്ര നിർത്താൻ വിചാരിച്ചാലും നിർത്താൻ കഴിയില്ല. കാരണം അത് എഡിറ്റ് ആയി കഴിഞ്ഞാൽ മറ്റവന്റെ സഹായമുണ്ട്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ ഇബ്ലീസ് ശൈത്താൻ പറഞ്ഞ വാക്ക്, ഞാൻ അവരെ മുന്നിലൂടെയും പിന്നിലൂടെയും, ഖുർആനാണ് ഇത് പറയുന്നത്, ലാത്തിയന്നവും മുന്നിലൂടെയും പിന്നിലൂടെയും വലതു ഭാഗത്തിലൂടെയും ഇടതു ഭാഗത്തിലൂടെയും വരും. നോക്കൂ, ഒരാളുടെ വശങ്ങളാണത്. മുന്ന്, പിന്നെ, ഇടത്, വലത്. ഇതാണ് ഭൗതിക വശം. ഈ 3 ഭാഗത്തിലൂടെയും വരും, 4 ഭാഗത്തിലൂടെയും ഞാൻ പ്രവേശിക്കും. എങ്ങനെയെങ്കിലും അവനെ ഫിത്തനാക്കാൻ ഞാൻ ശ്രമിക്കും. അള്ളാഹുവിനോട് പറഞ്ഞതാ. പിന്നെ ലാ തജിദു അക്സറു, അവരെ അധികരിച്ച ആളുകളും ശാക്കിരീങ്ങളായിട്ട് നീ എത്തിക്കൂല റബ്ബേ എന്ന് റബ്ബിനോട് പറഞ്ഞപ്പോ 2 ഭാഗം പറഞ്ഞില്ല. ഏതാണ് ആ 2 ഭാഗം? ഏതാ 2 ഭാഗം? മുകൾ ഭാഗം പറഞ്ഞില്ല, താഴ്ഭാഗം പറഞ്ഞില്ല. അതിലൂടെ ഇബ്ലീസിന് വരാനും കഴിയില്ല. മുകൾ ഭാഗത്ത് ആദ്യം തന്നെ മൂപ്പർക്ക് സ്റ്റോപ്പാക്കിയത് മാത്രമല്ല, അതിലൂടെ വരാൻ കഴിയാത്തത് ഇഖ്റഇന്റെ വിശുദ്ധ ഖുർആനിന്റെ വഴിയാണത്. മുഅ്മിനീങ്ങളുടെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകളുടെ അമലുകളെ ഉയർത്തപ്പെടുന്ന വഴിയാണ്. അതിലൂടെ ഇബ്ലീസിന് പോകാൻ കഴിയില്ല. രണ്ടാമത്തത്, ഇത് അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ ആത്മാക്കൾ, പരിശുദ്ധമായ മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണ് ഭൂമി. ഭൂമിയുടെ താഴ്ഭാഗത്തിലൂടെയും പിശാചിന് പ്രവേശനമില്ല. അങ്ങോട്ടും കടക്കാൻ കഴിയില്ല. ഈ 2 ഭാഗത്തിലൂടെയും കിടക്കാൻ കഴിയില്ല. കബറിലൊന്നും പിശാചിനെ അടങ്ങറാക്കാൻ കഴിയില്ല. മനസ്സിലായാലോ പറയുന്നത്? അവിടെ ഒന്നും മഹാത്മാക്കളായ ആൾക്കാരെ അടങ്ങറാക്കാൻ പിശാചിന് കഴിയില്ല. അവിടെ ഒന്നും അവനിക്ക് സ്റ്റോപ്പാ. ഭൂമിന്റെ അടിയും കഴിയില്ല. ഈ 2 ഭാഗം. അതുകൊണ്ട് ഹദീസിൽ കാണാൻ 2 ഭാഗം. നമ്മളൊക്കെ മരിച്ചാൽ കരയാ, ഓല് കരഞ്ഞ കാര്യമുണ്ട്. ഒന്ന് ആകാശം മുകളിലുള്ളത്, മറ്റൊന്ന് ഭൂമി നമുക്ക് വേണ്ടി സാക്ഷി. ഈ 2 കരയും. അതൊക്കെ ഹദീസ് കൊണ്ട് മാറ്റോണ്ട് സ്ഥിരപ്പെട്ടതാ. ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓടിച്ചാട് മാത്രമൊന്നും അല്ല. നോക്കൂ, അതൊക്കെ ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. അള്ളാഹ് അത് കരയുന്ന എന്താ? പടച്ചോനെ, ഇനി സ്വാലിഹ്യങ്ങളായ ആളുകളുടെ അമലുകൾ ഇതിലൂടെ ഉയർത്തൂലല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം കരയും. അത് നമുക്ക് ഗുണമാണ്.
ഭൂമി കരയും, പടച്ചോനെ ഇനി നിന്റെ യുക്തദാസനായ ഈ ആളുടെ നെറ്റിത്തടം എന്റെ